അപ്പോൾ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനും പപ്പിയും നേരെ നമ്മുടെ തേനീച്ചപ്പെട്ടി എടുത്താട്ടോ വന്നേക്കണേ. നമ്മുടെ തേനീച്ചയുടെ ഈ വർഷത്തെ സീസൺ ആരംഭിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് തേനെടുക്കാൻ, അതായത് ആദ്യമായിട്ട് നമ്മൾ തേനെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു തേനീച്ചപ്പെട്ടിയിൽ നമ്മൾ 2 സൂപ്പറാണ് വെച്ചേക്കണേ. തേൻ വയ്ക്കാൻ വേണ്ടിയിട്ട് 2 സൂപ്പറും ഒരു അടിപ്പെട്ടി, അങ്ങനെ 3 പെട്ടിയായിട്ടാണ് വെച്ചേക്കണേ. അപ്പോൾ ആദ്യത്തെ ഒരു സൂപ്പർ പെട്ടി നമ്മളെടുത്ത് നേരത്തെ ഇറക്കി വെച്ചു. അതിനുശേഷം രണ്ടാമത്തെ സൂപ്പർ പെട്ടിയുടെ ഓരോ റീപ്പറും നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കിയതിന് ശേഷം ആ സൂപ്പർ പെട്ടി നമ്മൾ താഴത്തേക്ക് ഇതുപോലെ ഇറക്കി വെച്ചു കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നത് അടിപ്പെട്ടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തേനീച്ചക്കൂടിൻ്റെ അടിപ്പെട്ടി നമ്മൾ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യണം. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ അടിപ്പെട്ടിയിലാണ് തേനീച്ചകൾ മുട്ടയിടൽ, പിന്നെ അതിൻ്റെ തേനീച്ചകൾക്കും തേനീച്ച കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പൂമ്പൊടി, അവരുടെ പ്രജനനം കാര്യങ്ങളെല്ലാം നടത്തുന്നത് അടിപ്പെട്ടിയിലാണ്. അപ്പോൾ മേൽപ്പെട്ടി, അതായത് സൂപ്പർ പെട്ടിയിലെല്ലാം തേനും കാര്യങ്ങളാണ് വയ്ക്കാറ്. അപ്പം നമ്മളിപ്പോൾ അടിപ്പെട്ടി എന്തിനാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഓരോ റീപ്പർ എടുത്തിട്ട് നമ്മുടെ റീപ്പറിൻ്റെ മൊത്തം നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. കാരണം അതിൽ റാണി മുട്ടയിട്ട് റാണി സെല്ല് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ തേൻ സീസൺ ആരംഭിച്ചുകൊണ്ട് തന്നെ റാണി മുട്ടയിട്ട് ആ റാണി സെല്ല് വിരിയാറായി കഴിഞ്ഞാൽ നിലവിലുള്ള റാണിയും കുറച്ച് ഈച്ചകളും കൂടി വേറൊരു കൂടായിട്ട് സ്പ്ലിറ്റായി പറന്നു പോവുകയും അങ്ങനെ നമ്മുടെ ഈ ഒരു കൂട് 2 കൂടായി മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഓൾറെഡി വേലക്കാരി ഈച്ചകളുടെ സ്ട്രെങ്ത്ത് കുറയുകയും ചെയ്യും. നമുക്ക് ഈ തേൻ സീസണിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തേൻ കിട്ടാണ്ട് വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാ റീപ്പറും എടുത്ത് പൊക്കി നോക്കി അതിൽ റാണി സെല്ല് ഉണ്ടെങ്കിൽ അത് നമ്മൾ നശിപ്പിച്ച് കളയും. അങ്ങനെ നമ്മുടെ റാണി സെല്ലുണ്ടോ കാര്യങ്ങളെല്ലാം നമ്മുടെ അടിപ്പെട്ടി മൊത്തത്തിൽ നമ്മൾ ചെക്ക് ചെയ്തു. ഉള്ള റാണി സെല്ല് കെട്ടി വരുന്നതിനൊക്കെ നമ്മൾ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് അത് ഇളക്കി കളയും. അങ്ങനെ ഇളക്കി കളഞ്ഞതിന് ശേഷം നമ്മൾ സൂപ്പർ പെട്ടി എടുത്ത് മേളി വെച്ചതിൻ്റെ ഇനി നമ്മൾ വയ്ക്കുന്നത് നമ്മൾ തേൻ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഈ സൂപ്പർ പെട്ടി നമ്മൾ മേലെടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഇതിൻ്റെ മേലൊന്ന് ഊതുമോ അല്ലെങ്കിൽ സ്മോക്കർ കൊണ്ട് മെല്ലെ ഒരു പുക കൊടുത്തു കഴിഞ്ഞാൽ നിലവിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഈച്ചകൾ നല്ല അടിപ്പെട്ടിയിലേക്ക് ഇറങ്ങിപ്പോകും കേട്ടോ. പിന്നെ അങ്ങനെ പോയി നമ്മളിതുപോലെ റീപ്പറിൽ പപ്പ ചെയ്യണ പോലെ കറക്റ്റ് റീപ്പർ എടുക്കും. അതിൻ്റെ ഇടയിൽ പപ്പിക്ക് ചെറിയൊരു കൊത്ത് കിട്ടിയിട്ടോ ചെവിയിൽ. അപ്പോൾ തേനീച്ചപ്പണി ചെയ്യുമ്പോൾ ഇങ്ങനെ കൊത്ത് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ കിട്ടാറുണ്ട്. പിന്നെ നമ്മുടെ ഈ മുഖത്തും ചെവി, മൂക്ക്, ചുണ്ട് ഇങ്ങനെ ഉള്ളിടത്തൊക്കെ കൊത്ത് കിട്ടുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവുക കേട്ടോ. അങ്ങനെ പപ്പ റീപ്പറിലിരിക്കുന്ന തേനീച്ചകളെ ഇതുപോലെ എടുത്ത് നമ്മൾ കുടഞ്ഞ് മെല്ലെ കളഞ്ഞതിന് ശേഷം നമ്മൾ റീപ്പർ എടുത്തിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ റീപ്പറിലുള്ള അടയിൽ അവർ സീൽ ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ തേൻ കൊണ്ടുവന്ന് നമ്മുടെ അടയിൽ നിറച്ച് കഴിഞ്ഞ് അവർ 2 ചിറകും കൊണ്ടും വീശി അതിനുള്ളിലെ ജലാംശം എല്ലാം കളഞ്ഞ് മെല്ലെ അവർ ആ ഹോള് അടയ്ക്കും. അങ്ങനെ അടച്ച് വയ്ക്കും. അപ്പോൾ അങ്ങനെ അടച്ച് വയ്ക്കുന്ന മെഴുക് നമ്മൾ ചെത്തിയിട്ടാണ് നമ്മൾ ഈ മെഷീനുള്ളിലേക്ക് വയ്ക്കുന്നത്. നമ്മളത് ചെത്തണേൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഹോള് അടഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മെഷീൻ്റെ ഉള്ളിൽ അട വെച്ച് കഴിഞ്ഞ് നമ്മൾ കറക്കുമ്പോൾ ഈ ഹോൾ അടഞ്ഞിരിക്കുന്നതിൻ്റെ ഹോളിലെ തേൻ നമ്മുടെ ഇതിലേക്ക് തെറിച്ച് വീഴില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ സീൽ ചെയ്തോടം, അതിന് സീൽ ചെയ്യാന്നാണ് നമ്മൾ പറയുക. അത് നമ്മൾ ചെത്തി കളഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ കറക്കുമ്പോൾ ആ ഹോളിലുള്ള തേനുകളെല്ലാം തെറിച്ച് ഈ കറങ്ങുന്ന സ്പീഡ് കൊണ്ട് തെറിച്ച് നമ്മുടെ മെഷീനിലെ ഡ്രമ്മിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തേനെടുക്കുന്നത്. പിന്നെ ഈ ഫസ്റ്റ് ടൈം തേനെടുക്കുന്നുണ്ട് അടയുടെ ഷേപ്പ് കാര്യങ്ങളെല്ലാം ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതല്ലാണ്ട് അവർ സെപ്പറേറ്റ് സൈഡിൽ കൂടെ വേറെ ചെറിയ അടകൾ പിടിപ്പിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ചെത്തി ക്ലിയർ ആക്കുക, അങ്ങനെയുള്ള പണികളൊക്കെ ഈ കൂട്ടത്തിൽ നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തേനെടുക്കുമ്പോൾ ഒരു ഓർഡർ ആവാൻ ഒരു 2-3 പ്രാവശ്യം തേനെടുത്ത് കഴിഞ്ഞാലാണ് ഒരു ഓർഡറായി കിട്ടുകയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മെഷീൻ്റെ ഒരു സൈഡിലെ ഹോളുകൾ എല്ലാം നമ്മൾ ഒരു സൈഡ് വെച്ച് നമ്മൾ ഇതുപോലെ മെഷീനിൽ വെച്ച് കറക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ റീപ്പർ അടക്കം നമ്മൾ കറക്ക് നിർത്തിയിട്ട് തിരിച്ച് വെച്ചിട്ട് വീണ്ടും കറക്കും. അപ്പോൾ 2 സൈഡിലുള്ള ഹോളിലെ എല്ലാ തേനുകളും ഉള്ളിലിരിക്കുന്ന തേനുകളെല്ലാം തീർച്ച് നമ്മുടെ മെഷീനിലെ ഡ്രമ്മിലേക്ക് വീഴും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തേനെടുക്കുന്നത്. ഇനി നമ്മളിത് കാലിയായി കഴിഞ്ഞാൽ ഈ റീപ്പർ നേരെ ഈ അട നമ്മൾ ഒട്ടും ഡാമേജ് ആക്കാതെ അതുപോലെ തന്നെ നമ്മുടെ തേനീച്ചപ്പെട്ടിയിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് പിന്നെ അട ഉണ്ടാക്കേണ്ട സമയം പോണില്ല. ഈ അടയിലേക്ക് അവർ വീണ്ടും തേൻ കൊണ്ടുവന്ന് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇങ്ങനെ അട നശിപ്പിക്കാതെ നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആഴ്ചയിൽ നമുക്ക് തേൻ എടുക്കാനും പറ്റുന്നത്. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ തേൻ സീസൺ ആരംഭിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് പ്രാവശ്യത്തെ തേൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 കൂട്ടിൽ നിന്നും തേൻ എടുത്തിട്ട് ഇപ്പോൾ നമുക്കൊരു 3 കിലോയോളം തേൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ സീസൺ ആരംഭിച്ചുള്ളൂ. ഇനി ഓരോ ദിവസം കഴിയുന്തോറും അടുത്ത ഒരാഴ്ച നമ്മൾ തേൻ എടുക്കുമ്പോൾ ഇതിൽ തേൻ്റെ ലഭ്യത നമുക്ക് കൂടിയും വരും.
ഏപ്രിൽ മാസം പകുതി വരെ നമുക്ക് തേൻ സീസൺ ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തുള്ള വീഡിയോസുകൾ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം.